നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. അയ്യപ്പ സംഗമം രാഷ്ട്രീയ നാടകമെന്ന് PV അൻവർ. മൂന്നാമതും അധികാരത്തിലെത്താൻ CPM വർഗീയ കാർഡ് ഇറക്കുന്നു. വെള്ളാപ്പള്ളി നടേശനെതിരെയും ആഞ്ഞടിച്ച് PV അൻവർ. 6 മാസം മുൻപ് സംഭരിച്ച നെല്ലിന്റെ വില നൽകാതെ സപ്ലൈകോ കർഷകരെ വഞ്ചിക്കുന്നതായി നെൽകർഷക സംരക്ഷണ സമിതി. പ്രതിഷേധ വാഹന പ്രചരണ ജാഥ പര്യടനം തുടങ്ങി. പരിപ്പ് 900 റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും തുടങ്ങി. അടുത്ത വർഷം ജനുവരിയിൽ പണി പൂർത്തിയാക്കുമെന്ന് മന്ത്രി VN വാസവൻ. പൊൻകുന്നത്തിന് ഭക്തിയുടെ നാളുകൾ. പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം തുടങ്ങി. നവരാത്രി ആഘോഷങ്ങൾക്കും തുടക്കം. വാർത്തകൾ വിശദമായി. മൂന്നാമതും അധികാരത്തിലെത്താൻ CPM വർഗീയ കാർഡ് ഇറക്കി കളിക്കുകയാണെന്ന് PV അൻവർ. പിണറായി വിജയനെ പേടിയുള്ളവർ മാത്രമാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതെന്നും PV അൻവർ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശനെതിരെയും PV അൻവർ വാർത്താസമ്മേളനത്തിൽ ആഞ്ഞടിച്ചു. ആഗോള അയ്യപ്പ സംഗമം വെറും രാഷ്ട്രീയ നാടകമായിരുന്നുവെന്നും പിണറായി വിജയനെ പേടിയുള്ളവരാണ് സ്റ്റേജിലുണ്ടായിരുന്നതെന്നും PV അൻവർ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ജാതീയ വർഗീയ ഇടപെടൽ നടത്തി മൂന്നാമതും അധികാരത്തിൽ വരാനുള്ള വഴി തേടുകയാണ് പിണറായി വിജയനെന്നും PV അൻവർ പറഞ്ഞു. ഭൂരിപക്ഷ സമുദായത്തെ കൂടെ നിർത്താനുള്ള ശ്രമമാണ് ആഗോള സംഗമവേദിയിൽ പിണറായി വിജയൻ നടത്തിയതെന്നും PV അൻവർ ആരോപിച്ചു. എന്നാൽ പങ്കെടുക്കേണ്ട യഥാർത്ഥ അയ്യപ്പ ഭക്തർ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനോടനുബന്ധിച്ചിരിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും വെള്ളാപ്പള്ളി അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവര് NSSലെ നിർബന്ധപൂർവം എത്തിപ്പെടേണ്ടി വന്നവർ, സമൂഹത്തിലെ വളരെ ഉന്നതരായ വ്യക്തികൾ മനസ്സുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ നാടകമാണെന്ന് അറിഞ്ഞിട്ടും ആ സംഗമത്തിൽ പങ്കെടുക്കേണ്ടി വന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടു. പക്ഷെ അതിൽ പങ്കെടുക്കേണ്ടിയിരുന്ന യഥാർത്ഥ ഭക്തർ പങ്കെടുത്തില്ല. അതെന്തുകൊണ്ട് എന്ന് കേരളം ഇപ്പോഴും ചർച്ച ചെയ്യുകയാണ്. അതേസമയം വെള്ളാപ്പള്ളി നടേശനെതിരെയും PV അൻവർ ആഞ്ഞടിച്ചു. 35 വർഷമായി ജനറൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തി സമുദായത്തിന് ഇതുവരെ ഒന്നും നേടാൻ കഴിഞ്ഞില്ലെന്ന് പറയുന്നത് മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമാണെന്നും PV അൻവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. സമുദായത്തിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കേണ്ട വ്യക്തി കേന്ദ്ര സഹായം പോലും വെട്ടിമാറ്റി. ഇതിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇടവും വലവും നിന്നവരാണെന്നും PV അൻവർ ആരോപിച്ചു. ആ സമുദായത്തെ രക്ഷിക്കേണ്ട, ആ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട, ആ സമുദായത്തിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയ പണം പോലും അടിച്ചു മാറ്റി. ആരടിച്ചു മാറ്റുന്നത്? ഹൈക്കോടതിയിൽ നടക്കുന്ന കേസ് എന്താണ്? ആരാ കേസ് കൊടുത്തിരിക്കുന്നത്? ആ സമുദായത്തിൽ ഈ സംഘടനയോടൊപ്പം അദ്ദേഹത്തിന്റെ ഇടവും വലവും നിന്ന ആളുകൾ തന്നെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് മലപ്പുറം ജില്ലയ്ക്കെതിരെ വർഗീയ വിദ്വേഷം വിളമ്പുന്ന ആരോപണങ്ങളുമായി വെള്ളാപ്പള്ളി നടേശൻ വേദികളിലെത്തിയതെന്നും തിരികെ കോട്ടയത്തെത്തിയപ്പോൾ അത് ക്രൈസ്തവ സമൂഹത്തിന് എല്ലാം നൽകി എന്ന മറ്റൊരു ആരോപണമായി ഉന്നയിച്ചെന്നും PV അൻവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അരവർഷം മുൻപ് സംഭരിച്ച നെല്ലിന്റെ വില ഓണം കഴിഞ്ഞിട്ടും സർക്കാർ കർഷകർക്ക് നൽകാത്തതിൽ ശക്തമായ പ്രതിഷേധവുമായി നെൽകർഷക സംരക്ഷണ സമിതി. തിരുവാർപ്പ് മലരിക്കലിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചരണ ജാഥ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ പര്യടനം നടത്തും. 6 മാസം മുൻപ് സംഭരിച്ച നെല്ലിന്റെ വില ഓണം കഴിഞ്ഞിട്ടും കർഷകർക്ക് നൽകാത്തതിനെതിരെ പ്രക്ഷോഭ സമരവുമായി നെൽകർഷക സംരക്ഷണ സമിതി. തിരുവാർപ്പ് മലരിക്കലിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചരണ ജാഥ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ പര്യടനം തുടരുകയാണ്. 27, 28 തീയതികളിൽ രാമങ്കരിയിൽ സംസ്ഥാന സമ്മേളനം നടത്തി സമരപരിപാടികൾ പ്രഖ്യാപിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 230 കോടി രൂപയാണ് സപ്ലൈകോ കർഷകർക്ക് ഇനിയും കൊടുത്തു തീർക്കാനുള്ളത്. ഓണത്തിന് മുൻപ് കുടിശ്ശിക തീർത്തു കൊടുക്കുമെന്ന് ഭക്ഷ്യമന്ത്രി G അനിലും ധനകാര്യമന്ത്രി P രാജീവും ഉറപ്പു നൽകിയിട്ടും പണം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കേന്ദ്രവിഹിതം ലഭിച്ചില്ലെന്ന് പറഞ്ഞ് കൈമലർത്തുകയാണ് മന്ത്രിമാരെന്ന് നെൽകർഷക സംരക്ഷണ സമിതി ചെയർമാൻ VJ ലാലി പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ പറയുമ്പോൾ പോലും അത് ഒരു മറ പിടിച്ചുകൊണ്ട്, നമുക്കറിയാം ഇത് സംസ്ഥാന സർക്കാർ സംഭരിച്ചിട്ടുണ്ടെന്നറിയാം. ഇത് ടെക്നിക്കലി വരുന്ന ഇഷ്യൂവിനെ എടുത്തിട്ട് കർഷകന്റെ മേൽ ഇത് ബാധ്യതയാക്കരുത്. അത് കേന്ദ്രവും പരിഗണിക്കേണ്ടതുണ്ട്. കാരണം ഒരു സർക്കാരാണല്ലോ ഇത് ജാമ്യമായിട്ട് പറയുന്നത്, ഇത്രയും എടുക്കുന്നുണ്ട്. അപ്പൊ അതിനെ വിശ്വസിക്കേണ്ട കാര്യമുണ്ടല്ലോ. അപ്പൊ അത് അല്ലെങ്കിൽ അതിന് ഇത് സാങ്കേതികമായി ഉദ്യോഗസ്ഥരത് തരുന്നതിൽ വരുന്ന വീഴ്ചകളോ അല്ലെങ്കിൽ അതിന് ചെറിയ കാലതാമസം വരുന്നതെന്ന് വെച്ചുകൊണ്ട് കർഷകനെ കണ്ണീര് കുടിപ്പിക്കുന്ന സമീപനം ഉണ്ടായിരുന്നു.
17% കൂടുതൽ ഈർപ്പം പാടില്ലെന്നും 3% പതിര് ഉണ്ടാകാൻ പാടുള്ളൂ എന്നും മില്ലുടമകൾ പറയുന്നു. സംഭരിച്ച നെല്ലിന്റെ പണം 6 മാസമായിട്ടും കിട്ടാത്തതിനാൽ അടുത്ത കൃഷി ചെയ്യാതെ നിലം തരിശായി ഇട്ടിരിക്കുകയാണ്. താങ്ങുവില കേന്ദ്രം വർദ്ധിപ്പിച്ചിട്ടും സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിക്കാതെ സംഭരണ രജിസ്ട്രേഷൻ നിബന്ധനകൾ അംഗീകരിക്കുന്നത് മില്ലുകാർക്ക് ഗുണവും കർഷകർക്ക് നഷ്ടക്കച്ചവടവുമാകുമെന്നും നെൽകർഷകർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പരിപ്പ് 900 റോഡ് അടുത്ത വർഷം ജനുവരി 31 മുൻപ് പൂർത്തിയാക്കുമെന്ന് മന്ത്രി VN വാസവൻ. നിർമ്മാണം മുടങ്ങിപ്പോയ റോഡിന്റെ പുനർനിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന പരിപ്പ് 900 റോഡിന്റെ പുനർനിർമ്മാണോദ്ഘാടനം നടന്നു. പരിപ്പ് 900 റോഡ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കി 2026 ജനുവരി 31 മുമ്പ് തുറന്നു കൊടുക്കണമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് സഹകരണ തുറമുഖം ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ വികസന ശില്പശാലയിൽ ഉയർന്നുവന്ന പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു അയ്മനം പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിനായി പരിപ്പ് 900 റോഡിന്റെ പുനർനിർമ്മാണം. PMGSYയിൽ ഉൾപ്പെടുത്തി ആരംഭിച്ച പദ്ധതി പൂർത്തിയാക്കാൻ 7.08 കോടി രൂപ അനുവദിച്ചത് സംസ്ഥാന സർക്കാരാണ്. 900 പാലം പുനർനിർമ്മിച്ച് റോഡ് ഉയർത്തി പൂർണ്ണമായും ഇന്റർലോക്ക് കട്ടകൾ പാകി 4 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്ന് കരാറുകാർ അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കോൺട്രാക്ടറും എഞ്ചിനീയേഴ്സുമെല്ലാം സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഈ നാടിന്റെ എല്ലാ പിന്തുണയും അവരോടൊപ്പം ഉണ്ടാവണം. ഒരു തടസ്സവും സൃഷ്ടിക്കാതെ നിങ്ങൾക്ക് കടന്നു പോകാനും അതോടൊപ്പം തന്നെ പ്രവർത്തനം നടക്കാനും. നമ്മുടെ ഒരു തടസ്സം കൊണ്ട് നിർമ്മാണ പ്രവർത്തനം നടക്കാതെ വരുന്നത്. നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ ചില വിഷമങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാം. വണ്ടി പോകുന്ന ചില തടസ്സം ഉണ്ടാവും, ചിലപ്പോൾ പൊടി വരും. അതൊക്കെ വരുമ്പോൾ അസ്വസ്ഥത ഉണ്ടാവാതെ അതിനോട് സഹകരിച്ച് ചുരുങ്ങിയ 4 മാസത്തിനുള്ളിൽ തീർക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ത്വരിതഗതിയിൽ ഈ പ്രവർത്തനങ്ങളുമായി ഇവർ മുന്നോട്ട് പോകും. അതിനെല്ലാവരുടെയും സഹായവും സഹകരണവും പങ്കാളിത്തവും പിന്തുണയും ഉണ്ടാകണമെന്ന് നിങ്ങളുടെ വികസന പ്രവൃത്തിയോട് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് പരിപ്പ് 900 റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. അയ്മനത്തെ കുമരകം പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന മാഞ്ചിറ പാലത്തിനായി പദ്ധതി സമർപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വരമ്പിനകം SNDP ഹാൾ പരിസരത്ത് നടന്ന ചടങ്ങിൽ അയ്മനം പഞ്ചായത്ത് പ്രസിഡന്റ് വിജി രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ, അയ്മനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോജ് കരീമഠം, ജില്ലാ പഞ്ചായത്ത് അംഗം KV ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. പരിപ്പ് മുതൽ 900 വരെയുള്ള 2.719 കിലോമീറ്റർ റോഡാണ് പുനർനിർമ്മിക്കുന്നത്. 700 ഏക്കറുള്ള 900, 210 ഏക്കറുള്ള വട്ടക്കായൽ പാടശേഖരങ്ങൾക്ക് നടുവിലൂടെയാണ് കടന്നുപോകുന്നത്. റോഡ് പൂർത്തിയാകുന്നതോടെ പ്രദേശത്തെ 600ഓളം കുടുംബങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമാവും. മന്ത്രി VN വാസവന്റെ ഇടപെടലിനെ തുടർന്നാണ് നിലച്ചുപോയ പദ്ധതിക്ക് ജീവൻ വെച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തിരിതെളിഞ്ഞു. പയ്യന്നൂർ പെരികമന ജയകൃഷ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ഇതോടൊപ്പം നവരാത്രി ആഘോഷങ്ങളും തുടങ്ങിയിട്ടുണ്ട്. പൊൻകുന്നത്തിന് ഭക്തിയുടെ ദിനരാത്രങ്ങൾ സമ്മാനിച്ച് പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തിരിതെളിഞ്ഞു. തുടർച്ചയായി 25ാം വർഷമാണ് ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞം നടക്കുന്നത്. പെരികമന ജയകൃഷ്ണൻ നമ്പൂതിരിയാണ് 7 ദിവസം നീണ്ടുനിൽക്കുന്ന യജ്ഞത്തിന്റെ ആചാര്യൻ. രാമചന്ദ്രയ്യർ, രാജു പിഷാരടി എന്നിവർ സഹാചാര്യന്മാരാണ്. ശ്രീ ഭഗവാനുവാച തയാഹം ദോഷിതസമ്യവേദഗർഭതിരമ്പതേന തപസാത്വത്തോഷക്കൂടയോഗിനാം പരമ്പരേ ഭദ്രം ദേവരേശം മാവിവഞ്ചിതം ബ്രഹ്മൻ സേവരിശ്രാമ പുംസവമദ്ദർശനാവധി മാനിഷിതാനുഭാവോയം മമലോകോപലോകനം യദുപശുദ്ധിരഹസിച്ചകർത്തപരമന്തവ പ്രത്യാദിഷ്ടം മയാ തത്ര ത്വൈകമവിമോഹിതേ തപോമേഹതേ സാക്ഷാത്മാഗന്ധവസോനക. യജ്ഞാചാര്യൻ പെരികമന ജയകൃഷ്ണൻ നമ്പൂതിരി പാരായണ ഭാഗം വ്യാഖ്യാനിച്ച് നൽകി. പ്രസക്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഭാഗവതത്തിന്. കാരണം അത് എല്ലാ ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ രചിച്ച ഒരു ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. ഭാഗവതം ആരംഭിക്കുന്നത് തന്നെ ജന്മാദ്യസ്യ യതഃ ഒരു സൂത്രം കൊണ്ടാണ് ഭാഗവതം ആരംഭിച്ചത്. അതായത് വേദവ്യാസ മഹർഷിയുടെ തന്നെ പ്രൗഢഗംഭീരമായിട്ടുള്ള ബ്രഹ്മസൂത്രം, അതിലെ 2ാമത്തെ സൂത്രമാണ് ജന്മാദ്യസ്യ യതഃ. അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്നതാണ് ആദ്യത്തെ സൂത്രം.
ഒന്നാം ദിവസം കുന്തിസ്തുതി, ഭീഷ്മസ്തുതി, പരീക്ഷത്ത് ശുക സംവാദം, വരാഹാവതാരം തുടങ്ങിയ ഭാഗങ്ങൾ വായിച്ചു. വെള്ളിയാഴ്ച ശ്രീകൃഷ്ണ അവതാരവും ശനിയാഴ്ച രുക്മിണി സ്വയംവരവും പാരായണം ചെയ്യും. തിങ്കളാഴ്ച പകൽ ശ്രീകൃഷ്ണാവതാരം പാരായണം ചെയ്ത് യജ്ഞം സമാപിക്കും. തിങ്കളാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമാണ് പൂജവയ്പ് ചടങ്ങ്. വ്യാഴാഴ്ച രാവിലെ 6 മണി മുതൽ പൂജയെടുപ്പും തുടർന്ന് വിദ്യാരംഭവും നടക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഐപ്സോ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് ലോക സമാധാന ദിനാചരണം നടത്തി. ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഐപ്സോ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് ലോക സമാധാന ദിനാചരണം നടത്തി. ഗാന്ധി സ്ക്വയറിൽ നടന്ന ദിനാചരണം ദേശീയ വൈസ് പ്രസിഡന്റ് കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് പുതിയൊരു മാതൃകയുണ്ടായിരിക്കുന്നു. ഈ ട്രംപ്, നമുക്കറിയാം 3 കൊല്ലമായി ഉക്രൈൻ യുദ്ധം നടക്കുക. എന്താണ് ഉക്രൈൻ യുദ്ധത്തിന് കാരണം? നാറ്റോ എന്ന് പറയുന്ന അമേരിക്കയുടെ സൈനിക സഖ്യം അവര് റഷ്യയുടെ തൊട്ട് താഴെയുള്ള ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തെ സംസ്ഥാന കമ്മിറ്റി അംഗം അനിയൻ മാത്യു അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി KR ശ്രീനിവാസൻ, സംസ്ഥാന സെക്രട്ടറി ബൈജു വലത്ത്, B ശശികുമാർ, PK ആനന്ദക്കുട്ടൻ, TC ബിനോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാമ്പാടി മാന്തുരുത്തിയിൽ വാഹനങ്ങളുടെ കൂട്ടയിടി. ഇന്ന് രാവിലെ 9:30യോടെയായിരുന്നു അപകടം. കറുകച്ചാൽ ഭാഗത്തു നിന്നും വാഴൂർ ഭാഗത്തേക്ക് വന്ന ബുള്ളറ്റും ആൾട്ടോയും കറുകച്ചാൽ ഭാഗത്തേക്ക് വന്ന ഇന്നോവയുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇവിടെ സ്ഥിരം അപകട മേഖലയാണ്. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. നിയമലംഘനത്തിന് പിടിച്ചിട്ടിരിക്കുന്ന ടോറസ് ലോറികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് മീനച്ചിൽ സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസിൽ എത്തുന്നവർ ഇതുമൂലം വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. നിയമലംഘനത്തിന് പിടിച്ച ടോറസ് ലോറികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് മൂലം പാല മീനച്ചിൽ സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പ്രവർത്തനം താറുമാറാകുന്നു. ഇവിടെ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്ക് വാഹനം ഇവിടേക്ക് എത്തിക്കുന്നതിനായി തടസ്സം നേരിടുകയാണ്. ആധാരം എഴുത്തുകൾക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി എത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇവിടെ സ്ഥലമില്ല. ദിനംപ്രതി നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്. റവന്യൂ ഭൂമിയിൽ സ്ഥലമുണ്ടെങ്കിലും ഇവിടം കാട് പിടിച്ച അവസ്ഥയിലാണ്. ടോറസ് വാഹനങ്ങളുടെ പാർക്കിംഗ് മൂലം ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തുവാൻ കൂടുതൽ ദൂരം നടന്നു കയറേണ്ട അവസ്ഥയും ഇപ്പോൾ നിലവിലുണ്ട്. 4 ടോറസ് ലോറികൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. റവന്യൂ വകുപ്പിന് ഇവിടെ സ്ഥലമുണ്ടെങ്കിലും കാട് പിടിച്ചതും പഴയ തടികളും തുരുമ്പിച്ച ജീപ്പടക്കം ഇവിടെ കിടക്കുകയാണ്. ഈ ഭാഗം വൃത്തിയാക്കിയാൽ കൂടുതൽ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാനാവും. പ്രശ്നത്തിൽ അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന് പാല പൗരാവകാശ സമിതി പ്രസിഡന്റ് ജോയി കളരിക്കൽ പറഞ്ഞു. പാല മീനച്ചിൽ താലൂക്ക് സബ് രജിസ്റ്റർ ഓഫീസിൽ സിവിൽ സ്റ്റേഷനിൽ പോകാൻ ബൈക്കിൽ സ്ഥിതി ചെയ്യുന്ന രജിസ്റ്റർ ഓഫീസിൽ സാധാരണ എഴുത്ത് ബന്ധപ്പെട്ട് രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾക്ക്, അതുപോലെ വിവാഹ സംബന്ധ കാര്യങ്ങൾ, അങ്ങനെ അനവധി ആളുകളുടെ ആവശ്യങ്ങൾ നടക്കേണ്ട ഒരു ഓഫീസാണ് പാല രജിസ്റ്റർ ഓഫീസ്. ഇങ്ങോട്ട് വൻപൻ ടോറസ് ലോറികൾ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പ്രായം ചെയ്യുന്ന ആൾക്കാർ, കിടപ്പ് രോഗികളുടെ ആൾക്കാർ ഇപ്പോൾ ഇവിടെ വന്നിട്ട് അവർക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലിട്ട് ഈ വാഹനങ്ങൾ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്ഥലം ഇഷ്ടംപോലെ സ്ഥലം കിടപ്പുണ്ട്. ഈ പിൻവശത്തെ കിടപ്പുണ്ട്, മുൻവശത്ത് തടി ഒന്ന് കൂട്ടിയിട്ടേക്കുന്നു, പുറവശത്തെ കുറേ സ്ഥലം വെറുതെ വേസ്റ്റായിട്ട് കിടക്കുന്നു. ഇത്രയൊക്കെ സ്ഥലം വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്താൻ കഴിയാണ്ട് ഈ ടോറസ് ലോറി 1ഉം 2ഉം അല്ല 4 ലോറികളാണ് കൊണ്ടിട്ടത്. ഇവിടുത്തെ ഈ ഓഫീസിൽ എത്തുന്ന ജീവനക്കാർക്കും ഇവിടെ എത്തുന്ന സാധാരണ ജനങ്ങൾക്ക്, ഉപഭോക്താക്കൾക്ക് ആർക്കും തന്നെ ഈ രജിസ്റ്റർ ഓഫീസിലോട്ട് എത്തിച്ചേരാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നിവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ, തഹസിൽദാർ ഈ കാര്യത്തിൽ കണ്ണു തുറന്ന് ഈ കാര്യം കൃത്യമായി ചെയ്യുന്നതിന് ആവശ്യമെന്ന നടപടി സ്വീകരിക്കണമെന്നാണ് പാല പൗരാവകാശ സമിതിക്ക് ആവശ്യപ്പെടാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പാല. MG സർവകലാശാലയുടെ പുതുപ്പള്ളി തലപ്പാടിയിലെ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ബയോമെഡിക്കൽ റിസർച്ച് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സ്ഥാപിക്കുന്ന പുതിയ സ്മോൾ ആനിമൽ ഹൗസ് ഉദ്ഘാടനത്തിന് ഒരുങ്ങി. ഈ മാസം 26-ന് തലപ്പാടിയിൽ നടക്കുന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഹൗസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഇതിന്റെ ഭാഗമായി ആരംഭിക്കുന്ന അമീബിക് റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ശേഷം കേരളത്തിലെ 2ാമത്തെ വലിയ സ്മോൾ ആനിമൽ ഹൗസായ തലപ്പാടി ക്യാമ്പസിൽ 2000 മൈസ്, 2000 റാറ്റ് വരെ സൂക്ഷിക്കാൻ ശേഷിയുള്ളതാണ്. ആധുനിക ആനിമൽ ബിഹേവിയറൽ റിസർച്ച് ഉപകരണങ്ങളും ഗവേഷണത്തിനുള്ള വിപുലമായ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം അമീബിക് മസ്തിഷ്കജ്വരത്തിന് കാരണമാകുന്ന രോഗാണുക്കളെ കണ്ടെത്താനുള്ള നവീന ജലപരിശോധനാ സൗകര്യത്തിനും തുടക്കം കുറിക്കാൻ മഹാത്മാഗാന്ധി സർവകലാശാല ഒരുങ്ങുകയാണ്. IUCBR ആൻഡ് SSHന്റെ ഭാഗമായി ആരംഭിക്കുന്ന അമീബിക് റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ ഉദ്ഘാടനം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി
VN വാസവൻ നിർവഹിക്കും. കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു സംരംഭത്തിനാണ് സർവകലാശാല തുടക്കമിടുന്നത്. സംസ്ഥാനത്ത് കൂടുതൽ ഡയഗ്നോസ്റ്റിക് സൗകര്യങ്ങളും ഗവേഷണ കേന്ദ്രങ്ങളും അടിയന്തരമായി സ്ഥാപിക്കേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ അത്യാവശ്യമാണ്. MG സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദകുമാർ, IUCBR ഡയറക്ടർ ഡോക്ടർ രാധാകൃഷ്ണൻ, ശാസ്ത്രജ്ഞരായ ഡോക്ടർ ഗൗതം ചന്ദ്ര, ഡോക്ടർ രാജേഷ് A. ഷെണായി എന്നിവരുടെ നേതൃത്വത്തിൽ നിഷാദ് കീത്തേടത്ത്, ആനന്ദ് കൃഷ്ണൻ, സ്കിന അസ്മി, നീതു P, അശ്വതി S എന്നീ ഗവേഷകരാണ് പരിശോധനാ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. ചുറ്റുപാടുകളിലുള്ള ജലാശയങ്ങളിൽ നിന്ന് അമീബയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു ടെസ്റ്റ് കിറ്റും IUCBR ആൻഡ് SSH വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാണ്ടി ഉമ്മൻ MLA ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. 2 പുതിയ സംരംഭങ്ങൾ തുടങ്ങാണ്. ഒന്ന്, അവിടെ ഒരു ഏകദേശം ഒരു 5 കോടി രൂപ ചെലവാക്കി സ്റ്റേറ്റ് ഗവൺമെന്റ് സപ്പോർട്ടറാണ് ഒരു അനിമൽ ഹൗസ്, സ്മോൾ അനിമൽ ഹൗസ് 26-ാം തീയതി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും, അനിമൽ ഹൗസ് ബയോമെഡിക്കൽ മേഖലയിൽ ഒരുപാട് ഗവേഷണങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് സ്മോൾ അനിമൽ ഹൗസ്. അത് അതിന്റെ പ്രത്യേകത ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉള്ള അതിനുശേഷം അവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അനിമൽ ഹൗസ് ഉണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ഇത്രയും വലിയ അനിമൽ ഹൗസ് രണ്ടാമത്തതാണ് കേരളത്തിൽ തന്നെ ഉള്ളത്. ഒരു ഒട്ടനവധി ഫെസിലിറ്റീസ് ഉള്ള ഒരു അനിമൽ ഹൗസ് ആണ്. അത് 26-ാം തീയതി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. അത് തന്നെ ഒരു പക്ഷേ ഇന്ത്യയിലെ ആദ്യമായി ഏറ്റെടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിരിക്കും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. ഈ അമീബിക് ടെസ്റ്റിംഗ് ആൻഡ് റിസർച്ച് സെന്റർ, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളവിടെ ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. അത് 26-ാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വാസവ മിനിസ്റ്ററാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതും 26-ാം തീയതിയാണ്. സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ സെനോ ജോസ്, ഡോക്ടർ ജയചന്ദ്രൻ K, സെന്റർ ഡയറക്ടർ ഡോക്ടർ രാധാകൃഷ്ണൻ EK തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അയ്യപ്പ സംഗമം രാഷ്ട്രീയ നാടകമെന്ന് PV അൻവർ. മൂന്നാമതും അധികാരത്തിലെത്താൻ CPM വർഗീയ കാർഡ് ഇറക്കുന്നു. വെള്ളാപ്പള്ളി നടേശനെതിരെയും ആഞ്ഞടിച്ച് PV അൻവർ. 6 മാസം മുൻപ് സംഭരിച്ച നെല്ലിന്റെ വില നൽകാതെ സപ്ലൈകോ കർഷകരെ വഞ്ചിക്കുന്നതായി നെൽകർഷക സംരക്ഷണ സമിതി. പ്രതിഷേധ വാഹന പ്രചരണ ജാഥ പര്യടനം തുടങ്ങി. പരിപ്പ് 900 റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും തുടങ്ങി. അടുത്ത വർഷം ജനുവരിയിൽ പണി പൂർത്തിയാക്കുമെന്ന് മന്ത്രി VN വാസവൻ. പൊൻകുന്നത്തിന് ഭക്തിയുടെ നാളുകൾ. പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം തുടങ്ങി. നവരാത്രി ആഘോഷങ്ങൾക്കും തുടക്കം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.